വെൽക്കം ബാക്ക് ടു ബ്ലൂം വിത്ത് ബയോ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. സോ നമ്മൾ ഇന്ന് മുതൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഹ്യൂമൻ ഫിസിയോളജി തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതാ ഹ്യൂമൻ ഫിസിയോളജിയിൽ? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഈ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ഓർഗൻ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ഫിസിയോളജി. അപ്പം നമുക്ക് ആദ്യം ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ പറ്റി പഠിക്കാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞ് സിംഗിൾ സെല്ലുലർ ഓർഗാനിസംസ് മുതൽ ലാർജ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലാർജസ്റ്റ് ഓർഗാനിസംസ് വരെ, അല്ലെങ്കിൽ മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ തന്നെ അവകാശപ്പെടുന്ന നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ, ഈ എല്ലാ ഓർഗാനിസംസിനും എന്ത് വേണം? ഓക്സിജൻ വേണം. എന്തിനാണ് ഓക്സിജൻ വേണ്ടത്? നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ ഓക്സിജൻ വേണ്ടത്. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഈ പറയുമ്പോൾ എൻ്റെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എനർജി എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻ്റെ ബോഡിയിൽ ഞാൻ കഴിച്ച ഫുഡ്, ആ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യും അല്ലേ. ആ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഓക്സിജനെയാണ് കേട്ടോ. അപ്പം ബ്രീത്തിങ്ങും റെസ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ബ്രീത്തിങ് എന്താ? ഡിഫറൻസ് ഒരുപാടൊന്നും നമുക്ക് പറയാനില്ല. ബ്രീത്തിങ് എന്താ? നമ്മൾ പറയുന്ന അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഓക്സിജൻ അതിനെ ഉള്ളിലോട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന കുറേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റി, ലൈക്ക് നമ്മുടെ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ആ കാർബൺ ഡൈ ഓക്സൈഡ് ടോക്സിക് ആണ്, റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. ആ റിമൂവലും ആണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സെൽസ്. ഇതിനാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ റെസ്പിറേഷൻ എന്താണ്? ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു ലിബറേറ്റ് എനർജി. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മക്കളെ പഠിക്കാൻ പോകുന്നത്? ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കും. അതിനുശേഷം നമ്മൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, എങ്ങനെ നമ്മളെ ബ്രീത്ത് ചെയ്യുന്നു, ഇപ്പം ഞാൻ ശ്വാസം എടുത്ത് വിടുന്നുണ്ട് അല്ലേ, അതെങ്ങനെയെന്ന് നമ്മൾ പഠിക്കും. പിന്നെ പൾമിനറി വോളിയം ആൻഡ് കപ്പാസിറ്റീസ് പഠിക്കും. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് പഠിക്കും. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ പഠിക്കും. അതുകൂടാതെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും പഠിക്കും. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്സ് നമുക്ക് വാങ്ങിക്കാം. അപ്പം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കുന്ന സ്പോഞ്ചസിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ചസിനെ നോക്കിയേ, സ്പോഞ്ചസ്, അതുപോലെ തന്നെ നമ്മുടെ സീലൻട്രേറ്റ്സ്, അതേപോലെ നമ്മുടെ ഫ്ലാറ്റ് വർംസ്, ഇവർക്കെല്ലാം എങ്ങനെയാണ് അവർ റെസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടത്തുന്നത്? അവരുടെ ബോഡി സർഫസിൽ കൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് സിമ്പിൾ ഡിഫ്യൂഷൻ. കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിട്ടുള്ള എർത്ത് വേമിനെ എടുത്താലോ നമ്മൾ. അപ്പം എർത്ത് വേംസ് റെസ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ വഴിയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വിളിക്കും. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വിളിക്കും. കുറച്ചും കൂടെ ഹയർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെക്ട്സിന് ടെറസ്ട്രിയൽ ഫോമും ഉണ്ട്, അക്വാട്ടിക് ഫോമും ഉണ്ട്. ഈ ടെറസ്ട്രിയൽ ഫോം റെസ്പയർ ചെയ്യുന്നത് ട്രക്കിയൽ നെറ്റ്വർക്ക് വെച്ചിട്ടാണ്. ട്രക്കിയൽ നെറ്റ്വർക്ക്സ് ആണ്. അതുപോലെ നമ്മുടെ അക്വാട്ടിക് ഇൻസെക്ട്സ് റെസ്പയർ ചെയ്യുന്നത് ഗിൽസ് വഴിയാണ് കേട്ടോ. ഇനി നമ്മൾ ഹയർ ഓർഗാനിസംസിലോട്ട് പോയാൽ നമ്മുടെ ഫിഷസിനെ നോക്കിയേ, ഫിഷും റെസ്പയർ ചെയ്യുന്നത് ഏത് വഴിയാടാ? ഗിൽസ് വഴിയാണ് ഫിഷും റെസ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റെപ്റ്റൈൽസ്, ഏവ്സ്, മാമൽസ്, റെപ്റ്റൈൽസ്, ഏവ്സ്, ഇവരൊക്കെ റെസ്പയർ ചെയ്യുന്നത് ലങ്സിലൂടെയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരാൾക്കാർ പറയാനുണ്ട്. ആരാ അത്? നമ്മുടെ ആംഫീബിയൻസ് റെസ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? അവർ വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും അല്ലേ. അവർ ടെറസ്ട്രിയൽ ഫോമിലും ഉണ്ട്, അക്വാട്ടിക് ലൈഫും ഉണ്ട്. അവർക്ക് രണ്ട് ലൈഫും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫ്രോഗ് വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കത്തില്ലേ. അപ്പോൾ അവർക്ക് വെള്ളത്തിലുള്ളപ്പോൾ ലങ്സ് വെച്ച് റെസ്പയർ ചെയ്യാൻ പറ്റുമോ? കരയിലുള്ളപ്പം അവർക്ക് സ്കിന്ന് വെച്ച് റെസ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവർ ലാൻഡിലുള്ളപ്പം ഇവർ ലങ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവർ വാട്ടറിൽ അല്ലെങ്കിൽ അക്വാട്ടിക് മീഡിയത്തിലുള്ളപ്പം ഇവരുടെ സ്കിന്ന് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കിന്ന് വഴി റെസ്പയർ ചെയ്യുന്നതിനെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വിളിച്ചായിരുന്നു. അപ്പം ഗിൽസ് വഴി റെസ്പയർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് വിളിക്കും. അപ്പം ലങ്സ് വഴി റെസ്പയർ ചെയ്യുന്നതിനെ നമ്മൾ പൾമിനറി റെസ്പിറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റമാണ്.
അപ്പം ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത്? എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് എന്താണെന്ന് പറയുക, ലങ്സ് ആണ് കേട്ടോ. പക്ഷെ ലങ്സ് മാത്രമാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ളത്. നമ്മൾ ഇനി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്. അപ്പം നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഓപ്പൺ ചെയ്യുന്നത് നാസൽ ചേംബറിലോട്ടാണോ? നേസൽ പാസേജിലോട്ടാണ് കേട്ടോ. നമ്മുടെ NCERT ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഓപ്പൺസ് ഇൻ ടു നേസൽ ചേംബർ ത്രൂ നേസൽ പാസേജ്. അതിൻ്റെ അർത്ഥം എന്താ? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് നേസൽ ചേംബറിലോട്ട് ഓപ്പൺ ആകുന്നുണ്ട്, പക്ഷെ അത് ഏത് വഴിയാണ് ഓപ്പൺ ആകുന്നത്? നേസൽ പാസേജ് വഴിയാണ്. അപ്പം അടുത്തത് ആര് വരും? അപ്പം നേസൽ ചേംബർ വരും. അത് കഴിഞ്ഞാൽ ഈ നേസൽ ചേംബർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫാരിങ്സിന്റെ ഒരു റീജിയനിലോട്ടാണ്, കോൾഡ് ആസ് നാസോഫാരിങ്സ്. നാസോഫാരിങ്സ് ഓപ്പൺ ആകുന്നത് നമ്മുടെ സൗണ്ട് ബോക്സ് ആയ ലാരിങ്സിലോട്ടാണ്. ലാരിങ്സ് ഓപ്പൺ ആകുന്നത് ട്രക്കിയയിലോട്ടാണ്. ട്രക്കിയ ബൈഫർക്കേറ്റ് ചെയ്ത് പ്രൈമറി ബ്രോങ്കൈ ആകും. ആ പ്രൈമറി ബ്രോങ്കൈ പിന്നെയും ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി ബ്രോങ്കൈ ആകും. ഈ സെക്കൻഡറി ബ്രോങ്കൈസ് പിന്നെയും ഡിവൈഡ് ചെയ്ത് ടെറിഷറി ബ്രോങ്കൈസ് ആകും. ടെറിഷറി ബ്രോങ്കൈസ് പിന്നെയും ഡിവൈഡ് ചെയ്യും, പിന്നെ ഡിവൈഡ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് പോലെയാണ് കേട്ടോ ആകുന്നത്. ഈ ടെറിഷറി ബ്രോങ്കൈസ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ആകും, പിന്നെയും ചെറുതായി കേട്ടോ ബ്രോങ്കിയോൾസ് ആകും. ഈ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് പിന്നെയും ഡിവൈഡ് ചെയ്ത് ടെർമിനൽ ബ്രോങ്കിയോൾസ് ആകും. ഈ ടെർമിനൽ ബ്രോങ്കിയോൾസ് പിന്നെയും ഡിവൈഡ് ചെയ്ത് ആൽവിയോളർ ഡക്റ്റ് ആകും. ഈ ആൽവിയോളർ ഡക്ട്സ് ലാസ്റ്റ് എവിടെ പോയി അവസാനിക്കും? നമ്മുടെ ആൽവിയോളയിൽ പോയി അങ്ങ് അവസാനിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി പാത്വേ എന്ന് പറയുന്നത്, ഫ്രം എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ടിൽ ആൽവിയോളൈ. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്താ? നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ നമ്മുടെ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ. അപ്പം എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ എവിടെ വരെ? ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ. നമ്മുടെ ഈ പാർട്സിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ റെസ്പിറേറ്ററി പാർട്ട് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് പാർട്ട് വരെ എത്തിക്കുക എന്നുള്ള പരിപാടിയാണ് ഇവരുടേത്. സോ നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ടിൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്താണ് അവരുടെ പരിപാടി? കണ്ടക്ഷൻ ഓഫ് എയർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കും. മനസ്സിലായോ? കണ്ടക്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി പാത്വേ എന്ന് വിളിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൽവിയോളർ ഡക്റ്റും ആൽവിയോളയും ഈ ഭാഗത്താണ് എന്ത് സംഭവിക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തിന് എന്ത് വിളിക്കും? എക്സ്ചേഞ്ച് പാർട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ട് എന്ന് വിളിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ ട്രക്കിയ മുതൽ നമ്മുടെ പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെറിഷറി ബ്രോങ്കൈ ആൻഡ് ഇനീഷ്യൽ ബ്രോങ്കൈ, ഇത്രയും ആൾക്കാർക്ക് എന്തുണ്ട്? ഇൻകംപ്ലീറ്റ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. ഇൻകംപ്ലീറ്റ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് പ്രസന്റ് ആണ്. ഈ കാർട്ടിലേജിനസ് റിങ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ എക്സ്പിരേഷൻ്റെ സമയത്ത് നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ എക്സ്പിറേറ്ററി ട്രാക്ട് എന്ത് ചെയ്യാതിരിക്കാൻ, കൊളാപ്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇൻകംപ്ലീറ്റ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സിന്റെ ഫംഗ്ഷൻ? ദേ വിൽ പ്രിവെന്റ് ദി റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം കൊളാപ്സിങ്. സോ നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് ഒന്ന് നോക്കാം. സോ ഇത് നമ്മുടെ ട്രക്കിയാണ് കേട്ടോ. ഈ ട്രക്കിയ എവിടെ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? രണ്ട് ബ്രോങ്കൈസ് ആയിട്ട് നമ്മുടെ 5th thoracic vertebrae വെച്ചിട്ടാണ് കേട്ടോ. 5th thoracic vertebrae ലെവലിൽ വെച്ചിട്ടാണ് നമ്മുടെ ട്രക്കിയ എന്ത് ചെയ്യുന്നത്? രണ്ട് പ്രൈമറി ബ്രോങ്കൈസ് ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നത്. ഈ ട്രക്കിയ ബൈഫർക്കേറ്റ് ചെയ്ത് എന്താകും? രണ്ട് പ്രൈമറി ബ്രോങ്കൈ ആകും. ഈ പ്രൈമറി ബ്രോങ്കൈ പിന്നെയും ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി ബ്രോങ്കൈ ആകും. അത് പിന്നെയും ഡിവൈഡ് ചെയ്ത് ടെറിഷറി ബ്രോങ്കൈ ആകും. അത് പിന്നെയും ഡിവൈഡ് ചെയ്ത് ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ആകും. ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് എന്ത് സംഭവിക്കും? ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് പിന്നെയും ഡിവൈഡ് ചെയ്ത് ടെർമിനൽ ബ്രോങ്കിയോൾസ് ആകും. ആ ടെർമിനൽ ബ്രോങ്കിയോൾസ് പിന്നെയും ഡിവൈഡ് ചെയ്ത് ആൽവിയോളാർ ഡക്റ്റ് ആകും. പിന്നെ അത് ആൽവിയോളയിൽ വന്ന് എൻഡ് ആവും. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ നോക്കിയേ, ട്രക്കിയ മുതൽ നമ്മുടെ ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് വരെ ഇൻകംപ്ലീറ്റ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടെർമിനൽ ബ്രോങ്കിയോൾസിനും ആൽവിയോളാർ ഡക്റ്റിനും ഈ ഇൻകംപ്ലീറ്റ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് കാണപ്പെടുന്നില്ല.
അടുത്ത നമുക്ക് നമ്മുടെ ലങ്സിനെ പറ്റി പഠിക്കാം. ഈ ലങ്സ് എന്ന് പറയുന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആയിട്ടുള്ള ഓർഗനാണ് കേട്ടോ. സോ നമ്മുടെ ഈ ലങ്സ് എന്ന് പറയുന്നത് എത്ര ലങ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ? എ പെയർ ഓഫ് ലങ്സ് ഉണ്ട്. പെയർ ഓഫ് ലങ്സ് പറഞ്ഞാൽ എത്ര? 2 എണ്ണമാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ ലങ്സിന് ഡബിൾ മെംബ്രെയിനസ് കവറിംഗ് ആണുള്ളത്. ആ കവറിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ മെംബ്രെയിൻ. ഡബിൾ മെംബ്രെയിൻ കവറിംഗ് ആകുമ്പോൾ അതിൻ്റെ ഔട്ടർ ഉള്ളത് ഏതാ? പെറൈറ്റൽ പ്ലൂറയും അതിൻ്റെ അകത്തോട്ടുള്ളത് ഏതാ? വിസറൽ പ്ലൂറയും. അപ്പം പുറത്തുള്ളത് പെറൈറ്റൽ പ്ലൂറ, ഉള്ളിലുള്ളത് വിസറൽ പ്ലൂറ. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഇത് പെറൈറ്റൽ പ്ലൂറ, ഇത് വിസറൽ പ്ലൂറ ആണെങ്കിൽ ഇവർക്കിടയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റി ചുമ്മാ വെറുതെ ഡ്രൈ ആയിട്ട് എയർ ഫിൽഡ് ആണോ? അല്ല. ഈ ക്യാവിറ്റി ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. ആൻഡ് ഫിൽഡ് വിത്ത് ദി ഫ്ലൂയിഡ് കോൾഡ് ആസ് ദി പ്ലൂറൽ ഫ്ലൂയിഡ്. പിന്നെ നമ്മുടെ ഈ ലങ്സിന്റെ റൈറ്റ് ലങ്സും ഉണ്ട്, ലെഫ്റ്റ് ലങ്സും ഉണ്ട്. നമ്മുടെ റൈറ്റ് ലങ്സിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് ലങ്സിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഇതിൽ ഏതാണ് റൈറ്റ് ലങ്സ്, ഏതാണ് ലെഫ്റ്റ് ലങ്സ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമ്മുടെ ലെഫ്റ്റ് ലങ്സും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമ്മുടെ റൈറ്റ് ലങ്സും ആണ്. ഞാനിപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡും ആണ്. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലങ്സ് എടുത്ത് നേരെ ഒരാളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ലെഫ്റ്റ് ലങ്സും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റൈറ്റ് ലങ്സും. ഇത് ഏത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നോക്കിയേ, നമ്മുടെ റൈറ്റ് ലങ്സിനെ 3 ലോബുകളായിട്ടും ലെഫ്റ്റ് ലങ്സിനെ 2 ലോബുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ലങ്സിന് ചെറിയൊരു വളവുണ്ട്. എന്താ അത്? കോൾഡ് ആസ് കാർഡിയാക് നോച്ച്. ഈ കാർഡിയാക് നോച്ച് എവിടെയാണ്? നമ്മുടെ ഹാർട്ടിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് ആണ് ഈ കാർഡിയാക് നോച്ച് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മുടെ ഈ വിസറലും പെറൈറ്റലും പ്ലൂറും തമ്മിലുള്ള നമ്മളെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിലുള്ള ഫ്രിക്ഷൻ, ഒരു ഒരസൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു ഫ്രിക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെന്റ്സ് ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ പെറൈറ്റൽ ആൻഡ് വിസറൽ പ്ലൂറ. അപ്പോൾ പെറൈറ്റൽ പ്ലൂറ എങ്ങോട്ടാണ് ക്ലോസ്ലി അസോസിയേറ്റഡ്? തൊറാസിക് ചേംബറിലോട്ട്. അതുപോലെ നമ്മുടെ വിസറൽ പ്ലൂറ എങ്ങോട്ടാണ് ക്ലോസ് അസോസിയേഷൻ? ലങ് സർഫസിലോട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ലങ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ടും നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. നമ്മുടെ ലങ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അതൊരു തൊറാസിക് ചേംബറിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തൊറാസിക് ചേംബറിൻ്റെ അകത്താണ്. ഈ തൊറാസിക് ചേംബറിന് ഒരു ചേംബറാണ്, അടച്ചൊരു മുറി പോലെയാണ് അല്ലേ. അപ്പം നമ്മുടെ അടച്ച മുറിക്ക് എത്ര? 4 വാൾസ് ഉണ്ട് അല്ലേ. 4 വാൾസ് അല്ല, 6 ടോപ്പ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്, 4 വാൾസും ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഈ തൊറാസിക് ചേംബറും എൻക്ലോസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കുറച്ച് പാർട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ തൊറാസിക് ചേംബർ ഡോർസലി എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വെർട്ടബ്രൽ കോളം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോർസലി ബൈ ദി വെർട്ടബ്രൽ കോളം. പിന്നെ വെൻട്രലി എന്താ? വെൻട്രലി ബൈ ദി ഫ്ലാറ്റ് ബോൺ ദാറ്റ് ഇസ് കോൾഡ് ആസ് ദി സ്റ്റേർണം. നമ്മൾ ബ്രസ്റ്റ് ബോൺ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോണമാണ് സ്റ്റേർണം. അപ്പോൾ നമ്മുടെ തൊറാസിക് ചേംബർ വെൻട്രലി സ്റ്റേർണം കൊണ്ടും ഡോർസലി ബാക്ക് ബോൺ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെർട്ടബ്രൽ കോളം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലാറ്ററൽ സൈഡ്സിൽ എന്താണുള്ളത്? ലാറ്ററൽ സൈഡ്സിനെ കവർ ചെയ്യുന്നത് നമ്മുടെ റിബ്സ് ആണ് കേട്ടോ. നമ്മുടെ റിബ്സ് എത്ര പെയർസ് ഓഫ് റിബ്സ് ഉണ്ട്? നമുക്ക് 12 പെയർസ് ഓഫ് റിബ്സ് ഉണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് 24 റിബ്സ് പ്രസൻറ്റ്. പിന്നെ ലോവർ സൈഡിൽ എന്താ കവർ ചെയ്തിട്ടുള്ളത്? നമ്മുടെ തൊറാസിക് ചേംബറിന്റെ ലോവർ സൈഡിലുള്ളത് ആരാണ്? നമ്മുടെ ഡയഫ്രം ആണ് കേട്ടോ. അപ്പം ഡയഫ്രം ഇതാണ് ലോവർ സൈഡ്. ഇതുള്ളത് എന്ത് ഷേപ്പാണ്? ഡോം ഷേപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ ഡയഫ്രത്തിന്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഈ കാണുന്ന മസ്കുലർ ഡോം ഷേപ്ഡ് സ്ട്രക്ചറാണ് നമ്മൾ ഡയഫ്രം എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ തൊറാസിക് ചേംബറിന്റെ ലോവർ സൈഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഡയഫ്രം കൊണ്ടാണ്. വെൻട്രൽ സൈഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റേർണം വെച്ചിട്ട്. അപ്പം അതിൻ്റെ ബാക്കിലുള്ള ഡോർസൽ സൈഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വെർട്ടബ്രൽ കോളം വെച്ചിട്ട്. അതുപോലെ ലാറ്ററൽ സൈഡ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? റിബ്സ് വെച്ചിട്ട്. സോ നമ്മുടെ ലങ്സ് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിൻ്റെ അകത്ത് ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റെപ്സ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷനിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മക്കളെ? ഫസ്റ്റ് സ്റ്റെപ്പ് പൾമിനറി വെന്റിലേഷൻ ആണ്. പൾമിനറി
വെന്റിലേഷൻ. പൾമിനറി വെന്റിലേഷൻ എന്താ സംഭവം? നമ്മുടെ ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലോട്ട് എടുക്കുക, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയറിനെ വെളിയിലോട്ട് കളയുക. സോ ഇതാണ് പൾമിനറി വെന്റിലേഷൻ. സോ നമ്മൾ ഉള്ളിലോട്ട് എയർ എടുത്തു കഴിഞ്ഞു. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ആൽവിയോളയും ബ്ലഡ് വെസലും ഉണ്ട് അല്ലേ? ഈ ഓക്സിജൻ, ആൽവിയോളയിലുള്ള ഓക്സിജൻ നമ്മുടെ ബ്ലഡ് വെസൽസിലോട്ട് പോകുന്നു അല്ലേ? ഇത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. ആൻഡ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇസ് ബിറ്റ്വീൻ ആൽവിയോളൈ ആൻഡ് ബ്ലഡ് വെസൽസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ എടുത്തിരിക്കുന്ന ഓക്സിജനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിയിലോട്ട് കൊണ്ടുപോകണം ത്രൂ ബ്ലഡ് വെസൽസ്. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ് കേട്ടോ. നാലാമത്തതും ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് തന്നെയാണ്, പക്ഷെ അത് ഏത് വഴിയാണ്? നമ്മുടെ ബ്ലഡ് വെസൽസ് കൊണ്ടുവരുന്ന ഓക്സിജൻ ടിഷ്യൂസ് എടുക്കുകയും, ഇത് ടിഷ്യൂസ് ആണ്, ടിഷ്യൂസിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ റിമൂവ് ചെയ്യുകയും ഇവർക്ക് ആവശ്യമായുള്ള ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്ന പ്രോസസ്സ്. അതാണ് അടുത്ത പ്രോസസ്സ്. ദാറ്റ് ഇസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൻഡ് ദാറ്റ് ഇസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. സോ നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ആൽവിയോളൈ ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലേ? അത് കഴിയുമ്പം നാലാമത് പറയുന്നത് എന്താണ്? ദി സെയിം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഇനി ടിഷ്യൂസ് നമ്മൾ എടുത്ത ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, അത് പൾമിനറി വെന്റിലേഷൻ്റെ സമയത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ചെയർ വെളിയിലോട്ട് കളയുന്നതാണ്. സോ അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ. സോ യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ. എന്തിനാണ് നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും എനർജി ലിബറേറ്റ് ചെയ്യാനും. അപ്പോൾ ടിഷ്യൂസിൽ എവിടെ നിന്നാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്? ഈ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സായ റെസ്പിറേഷൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ്. സോ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെറിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രീത്തിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ള ഏതൊക്കെ മസിൽസാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പം മസിൽസ് നോക്കിയാൽ ഏതൊക്കെയാണ്? ആദ്യത്തെ മസിൽ, മേജർ മസിൽ ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഡയഫ്രം ഇസ് എ ഡോം ഷേപ്ഡ് മസ്കുലർ ഓർഗൻ. ഇതാണ് മേജർ മസിൽ വിച്ച് ഇസ് ഹെൽപ്പിംഗ് ഇൻ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്പിറേഷൻ, ദാറ്റ് ഇസ് ബ്രീത്തിങ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മസിൽ ഏതാണ്? ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് ബിറ്റ്വീൻ ദി റിബ്സ് ആണ് കേട്ടോ. റിബ്സിൻ്റെ ഇടയിലാണ് കാണപ്പെടുന്നത്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. നമ്മളിവിടെ ICM എന്ന് വിളിക്കുവേ. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും രണ്ട് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും ഉണ്ട്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു റിബാണ്, ഇത് നമ്മുടെ അടുത്ത റിബാണ് കേട്ടോ. ഈ രണ്ട് റിബ്സിൻ്റെ ഇടയിൽ റിബ്സിന് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിക്കാണ് എന്തുള്ളത്? ഇന്റർകോസ്റ്റൽ മസിൽസ് ഉള്ളത്. ഇനി നമുക്ക് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് പ്രഷറും വോളിയവും തമ്മിൽ എന്താ ബന്ധം നോക്കിയാലോ. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. ഇത് നമ്മൾ ബേസിക് ഫിസിക്സ് പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഇവിടെ നേരെ അപ്ലൈ ചെയ്താലോ, ഒരു ഫിസിക്സ് എടുത്ത് നമുക്ക് നേരെ ഇതായപ്പോൾ ബയോളജിയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിലോട്ട് പോകാം. നമുക്കൊരു കമ്പാരിസൺ രൂപത്തിൽ പെട്ടെന്ന് അങ്ങ് പഠിക്കാം കേട്ടോ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് എന്താ? ഇൻസ്പിരേഷൻ. എക്സ്പിരേഷൻ നമുക്ക് കൂടെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിച്ച് തീർക്കാൻ പറ്റും, അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും, കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം ഇൻസ്പിരേഷനിൽ ആദ്യം എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റൻ ആവും അല്ലേ? അപ്പോൾ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കും? ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻ. ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റൻ ആയി അല്ലേ? അപ്പം അടുത്തത് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും നമ്മുടെ റിബ്സിനെ പുറത്തോട്ട് വലിക്കുകയും ചെയ്യും. സോ എന്ത് സംഭവിക്കും? ദി എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വിൽ കോൺട്രാക്ട് ആൻഡ് പുൾ ദി റിബ്സ് ഔട്ട്വേർഡ്സ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കി. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട്സ് ആൻഡ് പുൾസ് റിബ് ഔട്ട്വേർഡ്സ്. അപ്പോൾ അതെ ഇങ്ങനെ ഇരുന്ന ഒരു ചേമ്പറാണ് കേട്ടോ നമ്മുടെ ലങ്സ്. ആ ലങ്സിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ ലങ്സിന് ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽസ് കോൺട്രാക്ട് ചെയ്ത് പുറത്തോട്ട് പുൾ ഔട്ട് ചെയ്തു നമ്മുടെ റിബ്സിനെ. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ തൊറാസിക് വോളിയം അങ്ങോട്ട്
ഇൻക്രീസ് ആയി. മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്തു. ഈ തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇൻട്രാ പൾമിനറി പ്രഷറിന് എന്ത് സംഭവിച്ചു? ഇൻട്രാ പൾമിനറി പ്രഷർ ഡിക്രീസ് ചെയ്തു. അപ്പം വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ബേസിക് ഫിസിക്സ്. അപ്പോൾ ദേ ഇവിടെ തൊറാസിക് വോളിയത്തിൽ അല്ലെ, തൊറാസിക് വോളിയം ചേംബർ പുറത്തോട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്പാൻഡ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? തൊറാസിക് വോളിയം ഇൻക്രീസ് ആയി. അപ്പം ഇൻട്രാ പൾമിനറി പ്രഷറിന് എന്ത് സംഭവിച്ചു? പ്രഷർ ലോവർ ചെയ്തു. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻട്രാ പൾമിനറി പ്രഷർ കുറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. സോ എയർ വിൽ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ വെളിയിൽ പ്രഷർ കൂടുതലാണ്, ഉള്ളിൽ പ്രഷർ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഉള്ളിലെ എയർ വെളിയിലെ എയർ ഉള്ളിലോട്ട് റഷിൻ ചെയ്യും അല്ലേ, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇൻസ്പിരേഷൻ. സോ എയർ റഷസ് ഇൻ ടു ദി ലങ്സ്. അപ്പം എക്സ്പിരേഷനിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? നമ്മുടെ ഡയഫ്രം എന്ത് സംഭവിക്കും? റിലാക്സ് ആവും. റിലാക്സ് ആയിട്ട് ബാക്ക് ടു ഇറ്റ്സ് ഡോം ഷേപ്പ്. അപ്പം ഡോം ഷേപ്പ് ആയിട്ട് വരും. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് ഉള്ളിലോട്ട് വലിക്കും. സോ ഇന്റർകോസ്റ്റൽ മസിൽസ്, ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ആവുകയും ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിബ്സിനകത്തോട്ട് വലിക്കുകയും ചെയ്യും. സോ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വിൽ റിലാക്സ് ആൻഡ് കം ബാക്ക് ടു ഇറ്റ്സ് നോർമൽ പൊസിഷൻ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റിബ്സ് ദേ ഇപ്പം ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ, നമ്മുടെ തൊറാസിക് ചേംബർ ഇപ്പം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ആയപ്പോൾ ഈ റിബ്സിനെ താഴോട്ട് തിരിച്ച് നോർമൽ പൊസിഷനിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഡയഫ്രം നേരെ പിന്നെയും ഡോം ഷേപ്പായി റിലാക്സ് ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? തൊറാസിക് വോളിയം അങ്ങോട്ട് കുറഞ്ഞു കിട്ടിയില്ലേടാ മക്കളെ? തൊറാസിക് വോളിയം കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? തൊറാസിക് വോളിയം ഡിക്രീസ് ചെയ്തു. അപ്പോൾ തൊറാസിക് വോളിയം ഡിക്രീസ് ചെയ്താൽ ഇൻട്രാ പൾമിനറി പ്രഷറിന് എന്ത് സംഭവിക്കും? ഇൻട്രാ പൾമിനറി പ്രഷർ അങ്ങ് കൂടും. പ്രഷർ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഉള്ളിലത്തെ പ്രഷർ വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ദി പ്രഷർ വിത്തിൻ ദി ലങ്സ് will be slightly higher than that of the atmospheric pressure. So what will happen? The air will be rushing out onto the atmosphere. So this is called as expiration. So there are additional muscles which helps in mechanism of breathing or breathing. That is abdominal muscles and also internal intercostal muscles. ഒരു അഡൾട്ടിൻ്റെ നോർമൽ ബ്രീത്തിങ് റേറ്റ് എത്രയാണ്? അപ്പോൾ നമുക്ക് ബ്രീത്തിങ് റേറ്റ് ഓഫ് നോർമൽ അഡൾട്ട് പറയുകയാണെങ്കിൽ 12 to 16 ടൈംസ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 12 മുതൽ 16 തവണ വരെ നമ്മൾ ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യും കേട്ടോ. അതാണ് റേറ്റ് ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ സ്പൈറോമീറ്ററിനെ മെഷർ ചെയ്യാവുന്നത് ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വോളിയം ഓഫ് എയറിനെ മാത്രമാണ്. അപ്പം ഈ ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ആകാത്ത ഒരു എമൗണ്ട് ഓഫ് എയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റി പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്കിനി നേരെ റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസിലോട്ട് പോകാം. ഈ ചാപ്റ്ററിൽ നല്ലൊരു വെയിറ്റേജ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. മാക്സിമം കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ഒന്നും പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, എനിക്ക് കൺഫ്യൂഷൻ ആവുകയാണ്, മറന്നു പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കാണാതെ പഠിക്കാൻ നിൽക്കുന്നുണ്ടാവും. നമ്മളിതൊരു ഗ്രാഫിക്കൽ ഫോമിൽ മനസ്സിലാക്കി നല്ല രസകരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ലാത്ത രീതിക്ക് നമുക്ക് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് പഠിക്കാൻ പറ്റും. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. കുറേ വരകളൊക്കെ ഉണ്ട്, കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. നമുക്ക് ആദ്യം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ റെസ്പിറേറ്ററി റേറ്റ് ഇപ്പം നോർമൽ ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടുതലായിരിക്കും. കാരണം എന്താ? എൻ്റെ ബോഡി എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ എയർ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പം നോർമലി നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മൾ നോർമലി ഇരിക്കുകയാണ് അല്ലേ? ആ സമയത്ത് നമ്മളൊരു നോർമൽ ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട് ഉണ്ടല്ലേ, ലൈക്ക് ഒരു നോർമൽ ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എയറിനൊരു വോളിയം, ആ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. അപ്പോൾ ഇത് നോക്കി, നോർമൽ ബ്രീത്തിങ് ഇൻ ആൻഡ് നോർമൽ ബ്രീത്തിങ് ഔട്ട്.
അപ്പോൾ ഈ മേളിലോട്ടുള്ള വര ദിസ് ഇസ് നോർമൽ ബ്രീത്ത് ഇൻ, ഈ വരയ്ക്കുന്നത് നോർമൽ ബ്രീത്ത് ഇൻ, താഴോട്ടുള്ളത് ബ്രീത്ത് ഔട്ട്, ദാറ്റ് ഇസ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. സോ understood? So the amount of air which is involved in normal breathing in and breathing out is called as the എന്ത് വോളിയമാണ് മക്കളെ? ഇത് ടൈഡൽ വോളിയം ആണ് കേട്ടോ, ടൈഡൽ വോളിയം. ആൻഡ് ദിസ് ടൈഡൽ വോളിയം ഇസ് ലൈക്ക് അപ്രോക്സിമേറ്റ്ലി 500 ml. ഒരാളുടെ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 500 ml ആണ്. ഞാൻ 2 വട്ടം നോർമലി ബ്രീത്ത് ഇൻ ചെയ്തു ബ്രീത്ത് ഔട്ട് ചെയ്തു കേട്ടോ. ഇനി ഞാൻ നോർമലി ബ്രീത്ത് ഇൻ ചെയ്ത് മടുത്തു, ഞാനപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? ഞാനൊരു ദീർഘശ്വാസം എടുക്കുകയാണ്. നോർമലി ഞാൻ ഇത്രേ ഉള്ളൂ, ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ദീർഘശ്വാസം എടുക്കുമ്പം എൻ്റെ ഉള്ളിൽ എന്തൊക്കെ എയർ കയറും? ഒന്ന്, ഞാൻ നോർമലി എടുക്കുന്ന എമൗണ്ട് ടൈഡൽ വോളിയവും പിന്നെ ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് എയറും കൂടെ കയറും അല്ലേ. അപ്പോൾ നോക്കിയേ, നോർമൽ ടൈഡൽ വോളിയം കയറി, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് എയറും കൂടെ കയറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ബ്രീത്ത് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇല്ല, എനിക്ക് ശ്വാസം മുട്ടില്ലേ? ഓക്കെ, ഞാനത് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പം നോർമലി ഞാൻ എടുക്കുന്ന ഒരു എമൗണ്ട് ഓഫ് എയർ ഞാൻ ഉള്ളിലോട്ട് എടുത്തു, അത് കൂടാതെ ഒരു അഡീഷണൽ വോളിയം ഓഫ് എയറും കൂടെ ഞാൻ എടുത്തു. ദീർഘശ്വാസം എടുത്തപ്പോൾ ഞാൻ നോർമലി എടുക്കുന്ന ശ്വാസത്തിൻ്റെ കൂടെ ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് എയർ ഞാൻ എടുത്തു അല്ലേ. അപ്പം ഈ അഡീഷണൽ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. സോ എന്താണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം? സോ ദിസ് ഇസ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എത്ര വരും? ഒരു 2500 to 3000 ml വരെ വരും. സോ എന്താണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം? നമ്മളൊരു ദീർഘശ്വാസം എടുക്കുമ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന നോർമൽ എമൗണ്ട് ഓഫ് എയർ കൂടാതെ എത്ര അഡീഷണൽ എമൗണ്ട് ഓഫ് എയർ എടുക്കുന്നു? സോ വാട്ട് ഇസ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം? ദി അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. മനസ്സിലായോ? നമ്മൾ നോർമൽ ഇൻസ്പിരേഷൻ എടുക്കുന്നതല്ല, അതൊരു ദീർഘശ്വാസം എടുക്കുമ്പോൾ നോർമലി എടുക്കുന്ന എയറിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ എനിക്ക് എത്ര എയറും കൂടെ എൻ്റെ ലങ്സിൽ എടുക്കാൻ പറ്റുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇതൊരു 2500 to 3000 ml വരെയാണ് കേട്ടോ വരുന്നത്. ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം എത്രത്തോളം എയർ എനിക്ക് എൻ്റെ ലങ്സിൽ നിന്ന് വെളിയിലോട്ട് കളയാൻ പറ്റും? ഇപ്പം ഞാൻ നോർമൽ എക്സ്പിരേഷൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും ഒരു എമൗണ്ട് ഓഫ് എയർ കളയാൻ പറ്റും അല്ലേ. ആ എമൗണ്ട് ഓഫ് എയറിനെ വിളിക്കുന്ന പേരാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. മനസ്സിലായോ? സോ ദി എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ദി എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എത്ര ഉണ്ടാവും മക്കളെ? ഇറ്റ് ഇസ് ലൈക്ക് അപ്രോക്സിമേറ്റ്ലി 1000 to 1100 ml ആണ് കേട്ടോ ഉണ്ടാകുക. അപ്പം നോക്കിയേ, ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം വിട്ടു. ആ ദീർഘശ്വാസത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? അഡീഷണൽ വോളിയം ഓഫ് എയർ, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം എനിക്കിനി എത്രത്തോളം എയർ എൻ്റെ ലങ്സിൽ നിന്ന് വെളിയിലോട്ട് കളയാൻ പറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ദാറ്റ് ഈസ് അപ് ടു ലൈക്ക് 1000 to 1100 ml വരും. ഇനി അതും കഴിഞ്ഞ് ഞാൻ പിന്നെയും ഒരു നോർമൽ ഇൻസ്പിരേഷനും ഒരു നോർമൽ എക്സ്പിരേഷനും നടത്തി കേട്ടോ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ഉൾപ്പെടാതെ ഒരാളെൻ്റെ ലങ്സിൽ കിടപ്പുണ്ട്. ആരാത്? ഞാൻ ഇൻസ്പയർ ചെയ്യുമ്പോഴും എക്സ്പയർ ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ ഈ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിരേഷൻ കളഞ്ഞതിന് ശേഷവും എൻ്റെ ലങ്സിൽ ഇനിയും ഞാൻ വെളിയിൽ പോയില്ല എന്നും പറഞ്ഞ് ബഹളം വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? നമ്മുടെ റെസിഡ്യുവൽ വോളിയം ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ദി റെസിഡ്യുവൽ വോളിയം. ഈ റെസിഡ്യുവൽ വോളിയം ഇസ് ലൈക്ക് 1100 to 1200 ml ആണ്. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ 4 ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി വോളിയംസ് മനസ്സിലായോ? ഏതാ? ടൈഡൽ വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡ്യുവൽ വോളിയം. ഇതിൽ നമ്മുടെ റെസിഡ്യുവൽ വോളിയത്തിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ സ്പൈറോമീറ്റർ വെച്ചിട്ട് എന്ത് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? നമ്മുടെ ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വോളിയം ഓഫ് എയർ മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ റെസിഡ്യുവൽ വോളിയം എന്താ? എക്സ്പിരേഷൻ കഴിഞ്ഞാൽ പോലും പുറത്തോട്ട് പോകാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ പുറത്തോട്ട് പോകില്ലാത്ത എമൗണ്ട് ഓഫ് എയർ ആണ് റെസിഡ്യുവൽ വോളിയം. ആൻഡ് ദിസ് റെസിഡ്യുവൽ വോളിയം എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ലങ്സ് കൊളാപ്സ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്.
നമ്മുടെ ലങ്സ് ആൽവിയോളയൊക്കെ മ്യൂക്കസ് ലൈനിങ് ഉള്ള ഒരു സെല്ലല്ലേ. നമ്മളിപ്പോൾ ഒരു ബലൂൺ വെള്ളമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഓയിലുള്ള ബലൂൺ വീർപ്പിച്ചു. ആ ബലൂൺ വീർപ്പിച്ച് നമ്മൾ ചുക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എണ്ണയൊക്കെ അകത്തുണ്ടെങ്കിൽ അത് ഇത് ഒട്ടിപ്പിടിച്ച് പോകും അല്ലേ. പിന്നെ നമുക്കത് തിരിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പാടല്ലേ. സോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ലങ്സിന്റെ ആൽവിയോളൈസിന്റെ കേസും. നമ്മുടെ മൊത്തം എയറും അങ്ങ് വെളിയിലോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ കണ്ടെത്തിയ ഒരു മെക്കാനിസമാണ് കുറച്ച് എമൗണ്ട് ഓഫ് എയർ അവിടെ തന്നെ എടുത്തുകൊണ്ട് പോകാതെ. ആ എയറിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂവൽ വോളിയം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അടുത്ത നമുക്ക് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം എനിക്ക് എൻ്റെ ലങ്സിലോട്ട് എടുക്കാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ. So the total amount of air or the total volume of air a person can breathe in after normal expiration. So ഇതല്ലേ മക്കളെ നോർമൽ എക്സ്പിരേഷൻ. സോ ഇത് നോർമൽ എക്സ്പിരേഷൻ. നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഈ പോയിന്റിൽ നിൽക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് എനിക്ക് എത്രത്തോളം എയർ എൻ്റെ ലങ്സിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റും? That is called as inspiratory capacity. That is the total volume of air a person can breathe in after a normal expiration. And that is called as the എന്താ നമ്മൾ അതിനെ വിളിക്കുന്നത്? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കും. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കും. റെപ്രസെൻറ്റ് ചെയ്യുന്നത് IC എന്നാണ്. ഇതിൽ എല്ലാത്തിനും ഷോർട്ട് കട്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ടൈഡൽ വോളിയത്തിനെ നമ്മൾ TV എന്ന് വിളിക്കും. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയത്തിനെ നമ്മൾ IRV എന്ന് വിളിക്കും. എക്സ്പിരേറ്ററി റിസർവ് വോളിയത്തിനെ നമ്മൾ ERV എന്ന് വിളിക്കും. റെസിഡ്യൂവൽ വോളിയത്തിനെ നമ്മൾ RV എന്നും വിളിക്കും. നമ്മുടെ രണ്ടാമത്തെ റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്താണ്? നമ്മളൊരു നോർമൽ ഇൻസ്പിരേഷന് ശേഷം നമ്മുടെ ഒരു നോർമൽ ഇൻസ്പിരേഷന് ശേഷം വെളിയിൽ കളയാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ. നമ്മളൊരു നോർമൽ ഇൻസ്പിരേഷൻ്റെ ശ്വാസം എടുത്ത് അകത്തോട്ട് പിടിച്ചു കേട്ടോ. നോർമൽ ഇൻസ്പിരേഷൻ ശ്വാസം എടുത്ത് അകത്ത് പിടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പോയിന്റിൽ നിൽക്കുകയാണ്. ഇനി എനിക്ക് ഈ പോയിന്റിൽ നിന്ന് എൻ്റെ ലങ്സിൽ നിന്ന് വെളിയിലോട്ട് കളയാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ, അതിനെ വിളിക്കുന്ന പേര് ഇതല്ലേ ആ എമൗണ്ട് ഓഫ് എയർ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കും. സോ സെക്കൻഡ് വൺ ഇസ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ദാറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ a person can breathe out after normal inspiration. That is expiratory capacity represented as IC. നമ്മുടെ മൂന്നാമത്തെ റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്താണ്? ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം ഇപ്പം ഞാൻ ഇത് നോർമലി ഒരു ബ്രീത്തിങ് ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു. ഞാനിപ്പോൾ ഈ പോയിന്റിൽ നിൽക്കുകയാണ്. ലൈക്ക് ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ ഞാൻ ഇപ്പം നോർമൽ എക്സ്പിരേഷൻ ആയിട്ട് ഈ പോയിന്റിൽ നിൽക്കുകയാണ്. ഇനി എൻ്റെ ലങ്സിൽ എത്ര എയർ ബാക്കിയുണ്ട്? നമുക്ക് എന്ത് പറയാം? നമ്മുടെ എക്സ്പിരേറ്ററി റിസർവ് വോളിയവും ബാക്കിയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ റെസിഡ്യൂവൽ വോളിയവും ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ നോർമൽ എക്സ്പിരേഷന് ശേഷം എൻ്റെ ലങ്സിൽ ഇനി എന്തൊക്കെ എയർ ബാക്കിയുണ്ട്? എനിക്ക് ഫോഴ്സ്ഫുള്ളി കളയാവുന്ന എമൗണ്ട് ഓഫ് എയറും ഉണ്ട്, എനിക്ക് എന്നാ ചെയ്താലും കളയാൻ പറ്റാത്തൊരു എമൗണ്ട് ഓഫ് എയറും ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? FRC. So what is functional residual capacity? The total amount of air remaining in my lungs after a normal expiration. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന റെസ്പിറേറ്ററി കപ്പാസിറ്റി ഏതാണ്? നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. സോ വൈറ്റൽ കപ്പാസിറ്റി മാക്സിമം കുറേ കുട്ടികളും കൺഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു കപ്പാസിറ്റിയാണ് ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് പഠിക്കാം. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷന് ശേഷം എനിക്ക് എത്രത്തോളം എയർ എൻ്റെ ലങ്സിനുള്ളിലോട്ട് എടുക്കാൻ പറ്റും? So the maximum amount of air a person can breathe in after a forceful expiration. മനസ്സിലായോ? ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷനിൽ ഞാൻ ഏത് പോയിന്റിലായിരിക്കും? ഈ പോയിന്റിലായിരിക്കും അല്ലേ. സോ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ഞാൻ ഈ പോയിന്റിൽ നിൽക്കുകയായിരിക്കും. എൻ്റെ എല്ലാ എയറും പോയി എനിക്ക് ഇനി റെസിഡ്യൂവൽ വോളിയം മാത്രമേ എൻ്റെ ലങ്സിൽ ബാക്കിയുള്ളൂ. സോ ഞാൻ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ ഇനി എനിക്ക് എൻ്റെ ലങ്സിൽ എത്ര എയർ ഉള്ളിലോട്ട് എടുക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. നോക്കിയപ്പം അതിൽ എന്തൊക്കെ ഇൻവോൾവ് ആവും? എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഇൻക്ലൂഡ് അല്ലേ, ടൈഡൽ വോളിയം ഇൻക്ലൂഡഡ് അല്ലേ, അതുപോലെ നമ്മുടെ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയവും ഇൻവോൾവ് അല്ലേ. അപ്പോൾ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റീൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? ദി മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. നമുക്ക് വേറൊരു രീതിക്ക് പറയാം. ഞാനിപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഏത് പോയിന്റിലായിരിക്കും? ഞാൻ ഈ പോയിന്റിൽ നിൽക്കുകയായിരിക്കും. അപ്പം ഞാൻ ഈ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇനി എനിക്ക് എത്രത്തോളം എയർ എൻ്റെ ലങ്സിൽ നിന്ന് വെളിയിൽ കളയാൻ പറ്റും? മാക്സിമം എമൗണ്ട് ഓഫ് എയർ.
സോ എന്താണ് നമുക്ക് അടുത്ത ഡെഫിനിഷൻ പറയാവുന്നത്? ദി മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന് ശേഷം ഒരു പേഴ്സണിന് കളയാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ. അതിൽ IRV ഉണ്ട്, ടൈഡൽ വോളിയം ഉണ്ട്, ERV ഉണ്ട് അല്ലേ. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? It is the maximum amount of air a person can breathe out after a forceful inspiration and the maximum amount of air a person can breathe in after a forceful inspiration. So vital capacity represent ചെയ്യുന്നത് VC ആണ്. It is also called as the respiratory index. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റിയാണ്. സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ദി മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഹോൾഡ് ഇൻ ഇറ്റ്സ് ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ കഴിയുമ്പോൾ എൻ്റെ ലങ്സിൽ ഇനി എത്ര എയർ ഉണ്ടാവും? ഞാനിപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തു. ഒരു ദീർഘശ്വാസം എടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ പോയിന്റിലാണെങ്കിൽ ഞാൻ ഈ പോയിന്റ് നിൽക്കുകയാണ് അല്ലേ. ഇപ്പം എൻ്റെ ലങ്സിൻ്റെ ഉള്ളിൽ എത്രയൊക്കെ എമൗണ്ട് ഓഫ് എയർ ഉണ്ട്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, ടൈഡൽ വോളിയം ഉണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, അത് കൂടാതെ റെസിഡ്യൂവൽ വോളിയവും ഉണ്ട് അല്ലേ. സോ റെസിഡ്യൂവൽ വോളിയം ഉണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്, ടൈഡൽ വോളിയം ഉണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. സോ ഈ എല്ലാ വോളിയംസിൻ്റെയും സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഈ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ TLC എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആൻഡ് ഈ TLC എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ റെസ്പിറേറ്ററി വോളിയമിൻ്റെ സമ്മും കൂടെയാണ്. ഇനി ഇതിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതാരൊക്കെയാണ്? നമ്മുടെ റെസിഡ്യൂവൽ വോളിയത്തിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല, നമ്മുടെ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റിനെ നമുക്ക് സ്പൈറോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ്. സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കണം. സോ ദി പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ചസ് alveoli, and alveoli are highly vascularized. So what do you mean by highly vascularized? അവർക്ക് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. അവരുടെ ആൽവോളൈസിൻ്റെ ചുറ്റും നിറയെ ബ്ലഡ് വെസൽസിൻ്റെ പ്രസൻസ് ഉണ്ട്. ദാറ്റ് ഈസ് കാപ്പിലറീസിൻ്റെ പ്രസൻസ് ആണ് കേട്ടോ. സോ ആൽവോളൈസ് ഒരു സൈറ്റ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് ആണ്. ആൻഡ് ദീസ് ആൽവിയോളൈസ് നമ്മുടെ ഒരു അഡൽട്ട് ലെൻസിൽ 150 to 300 മില്യൺ ഓഫ് ആൽവിയോളൈസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം നമ്മുടെ ഒരു ഹാഫ് ടെന്നീസ് കോർട്ടിൻ്റെ സൈസിൻ്റെ അത്രയും വരാനുള്ള അത്രയും സൈസ് ഉണ്ട്. സോ അത്രയും ചുരുങ്ങി 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 അത്രയും തിൻ മെംബ്രെയിൻ ആയിട്ടാണ് ഇത് നമ്മുടെ ലങ്സിൻ്റെ അകത്ത് ഇരിക്കുന്നത് കേട്ടോ. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഹെൽപ്പിംഗ് ഇൻ ഡിഫ്യൂഷൻ. ഒരു ഡിഫ്യൂഷൻ സർഫസിന് വേണ്ട കുറേ പ്രോപ്പർട്ടീസും കൂടി ഉണ്ടടാ. ഒന്നത് മോയിസ്റ്റ് ആയിരിക്കണം, ഹൈലി വാസ്കുലറൈസ്ഡ് ആയിരിക്കണം, തിൻ മെംബ്രെയിൻ ആയിരിക്കണം, ഓക്സിജൻ സപ്ലൈ ഉണ്ടായിരിക്കണം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ഡിഫ്യൂഷൻ മെംബ്രെയിൻ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ നമുക്ക് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ആൽവിയോളൈയുടെ എപ്പിത്തീലിയം. And the epithelium of alveoli is made up of simple squamous epithelium. What is simple squamous epithelium? It is only made up of a single layer of cells. രണ്ടാമത്തെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം. സോ ദാറ്റ് ഇസ് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ് or blood capillaries. മൂന്നാമത്തേത് ഏതാണ്? നമ്മുടെ ഈ ആൽവിയോളൈക്കും നമ്മുടെ കാപ്പിലറീസിനും ഇടയ്ക്ക് ചെറിയ സ്പേസ് ഉണ്ട്. ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. സോ ഈ 3 ലെയേഴ്സിൽ കൂടെയാണ് നമ്മുടെ ഓക്സിജൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാഷ്യസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ലൈക്ക് നമുക്ക് നോക്കിയേ, ഇപ്പം നമ്മുടെ ഓക്സിജൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഓക്സിജൻ നമ്മുടെ ആൽവിയോളർ എപ്പിത്തീലിയം ആദ്യം ക്രോസ് ചെയ്യണം, ഡിഫ്യൂഷൻ മെംബ്രെയിനിലെത്തണം. ആ ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ നിന്നാണ് നമ്മുടെ ബ്ലഡ് വെസൽസിലോട്ട് ഓക്സിജൻ എത്തുന്നത്. അതുപോലെ തന്നെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ എൻഡോത്തീലിയം ഓഫ് കാപ്പിലറീസ് ക്രോസ് ചെയ്ത് നമ്മുടെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ എത്തി. അതുപോലെ തന്നെ നമ്മുടെ ആൽവിയോളർ എപ്പിത്തീലിയത്തിൽ എത്തിയിട്ട് വേണം അവർക്കതിനെ പുറത്തോട്ട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ദി ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഇതിൽ നമ്മുടെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത് നോൺ സെല്ലുലാർ ലെയർ ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ തിക്നെസ് എപ്പോഴും ഒരു 1 mm താഴെ അല്ല എന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ നടക്കത്തില്ല. സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ 1 millimeter. നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ഡിഫ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻലി 3 ഫാക്ടേഴ്സ് പറയാം. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ്. സോ വൺ ഇസ് തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ.
രണ്ടാമത്തത് എന്തായിരിക്കും? രണ്ടാമത്തത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ആണ് കേട്ടോ, ഗ്യാസസിന്റെ സോലിബിലിറ്റി. മൂന്നാമത്തത് എന്തായിരിക്കും മക്കളെ? മൂന്നാമത്തതാണ് നമ്മുടെ പാർഷ്യൽ പ്രഷർ. നമ്മൾ തിക്നെസ് ഓഫ് മെംബ്രെയിൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 millimeter ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി alveolar epithelium that is made up of simple squamous epithelium, basement membrane and endothelium of capillaries which is also made up of simple squamous epithelium. ഇനി solubility of gases. Solubility of gases എങ്ങനെയാണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് നമ്മുടെ ഡിഫ്യൂഷൻ എഫക്ട് ചെയ്യുന്നത്? കൂടുതൽ സോലിബിൾ ആയിട്ടുള്ള ഗ്യാസ് കൂടുതൽ ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ആണ് അല്ലേ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ സോലിബിലിറ്റി കൂടുതൽ അല്ലേ? ഒരിക്കലും അല്ല മക്കളെ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനാണ് സോലിബിലിറ്റി കൂടുതൽ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 20 to 25 times more soluble than ഓക്സിജൻ. സോ കാർബൺ ഡൈ ഓക്സൈഡ് 20 to 24 times ആണ് നമ്മുടെ ഓക്സിജനേക്കാളും സോലിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അതൊരിക്കലും മറക്കരുത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് മോർ സോലിബിൾ ദാൻ വാട്ടർ ആൻഡ് ദാറ്റ് ടു 20 to 25%. മൂന്നാമത്തേത് എന്താണ്? നമ്മുടെ പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ എന്താ മക്കളെ? പാർഷ്യൽ പ്രഷർ ഇസ് ദി പ്രഷർ എക്സർട്ടഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. മക്കളെ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. രണ്ട് തരത്തിലാട്ടോ നമ്മുടെ ബോഡിയിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. ഒന്ന് എവിടെയാ? എക്സ്റ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും ഒന്ന് ഇന്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും ആണ്. ഈ എക്സ്റ്റേണൽ ഇന്റേണലോട് പറയുന്നത് എന്താ? ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലൊന്നും ആണോ? ഒരിക്കലും അല്ല. എക്സ്റ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇസ് ബിറ്റ്വീൻ ആൽവിയോളൈ ആൻഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ഇന്റേണൽ ഇസ് ബിറ്റ്വീൻ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ് ആൻഡ് ടിഷ്യൂ. സോ ഇതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. സോ നമുക്കിവിടെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പല റീജിയൻസിൽ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡും പാർഷ്യൽ പ്രഷർ ഡിഫറെൻറ്റ് സ്ഥലത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊരു പിക്ചറിൽ റെപ്രസെൻറ്റേഷനിൽ നോക്കാം. സോ നമ്മൾ ആദ്യം നമ്മുടെ ഹാർട്ട് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഹാർട്ടിൽ നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലങ്സും ഉണ്ട്. ഇത് നമ്മുടെ ഡബിൾ സർക്കുലേഷൻ ഡയഗ്രമാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്ന് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയറിനെ നമ്മുടെ സിസ്റ്റമിക് വെയിൻസ് എല്ലാവരും കൂടെ കളക്ട് ചെയ്ത് എന്ത് ചെയ്യും? ഹാർട്ടിന് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇവരാരാ? സിസ്റ്റമിക് വെയിൻസ് ആണ് കേട്ടോ. സിസ്റ്റമിക് വെയിൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് ഹാർട്ടിൽ കൊടുക്കുക. ഈ ഹാർട്ട് എന്ത് ചെയ്യുക? ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ ലങ്സിലോട്ട് കൊണ്ട് കൊടുക്കും. എന്തിനാണ്? ഓക്സിജനേഷന് വേണ്ടി. അത് കൊണ്ടുപോകുന്നത് ആര് വഴിയാണ്? പൾമനറി ആർട്ടറി വഴിയാണ് കേട്ടോ. അപ്പോൾ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു ആർട്ടറി ഏതാണ്? പൾമനറി ആർട്ടറി. അടുത്തത് ലങ്സിൽ എത്തിക്കഴിയുന്ന ഗ്യാസ് അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് വരും. അത് കൊണ്ടുവരുന്നത് ആരാണ്? പൾമനറി വെയിൻ ആണ് കേട്ടോ കൊണ്ടുവരുന്നത്. സോ ദി ഓൺലി വെയിൻ വിച്ച് ക്യാരീസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഇസ് പൾമനറി വെയിൻ. ഇനി നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകും. ആൻഡ് ദാറ്റ് ഇസ് ത്രൂ സിസ്റ്റമിക് ആർട്ടറീസ്. ഇനി നമ്മൾ ഈ ഓരോ ഭാഗങ്ങളിലും ഉള്ള നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ട ഒരാളും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ആൽവിയോളൈ. നമ്മുടെ ആൽവിയോളൈ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഈ വരുന്ന ബ്ലഡ് വെസലും ഉണ്ട്. അടുത്തത് ഇനി ഒരാളെയും കൂടെ നോക്കണമല്ലോ. അതാരാണ്? ടിഷ്യൂസ്. നമ്മുടെ ടിഷ്യൂസ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ടിഷ്യൂസ് ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്ര, കാർബൺ ഡൈ ഓക്സൈഡ് എത്ര. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരുപാട് അധികമായിരിക്കും. ഹയസ്റ്റ് ആണ്, ദാറ്റ് ഈസ് 159 mmHg. ഓക്കെ, അതേ സ്ഥാനത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കുറവ് അറ്റ്മോസ്ഫിയറിലാണ്, ദാറ്റ് ഈസ് 0.3 mmHg. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഈ എയർ നമ്മുടെ ആൽവിയോളയിലോട്ട് നമ്മൾ എടുക്കുകയെന്ന് വിചാരിച്ചോ. ഈ എയർ നമ്മുടെ ആൽവിയോളയിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ ആൽവിയോളയ്ക്കകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണ്? 104 mmHg ആയിട്ട് കുറയും. ഓക്കെ, സോ ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 104 mmHgയും അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 40 mmHgയും ആണ്. ഓക്കെ, ഇനി നമ്മുടെ പൾമിനറി വെയിൻസ് എപ്പോഴും
ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ആ ഓക്സിജനേറ്റഡ് ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 95 mmHg-യും അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 40 mmHg-യും ആണ്. ഇനി അതേ സ്ഥാനത്ത് നമ്മുടെ സിസ്റ്റമിക് ആർട്ടറീസിലും നമുക്ക് എന്താണുള്ളത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. അവിടെയും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 95 mmHg ആണ്. അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 40 mmHg ആണ്. ഇനി നമ്മുടെ ടിഷ്യൂസ് എടുക്കുകയാണെങ്കിൽ ടിഷ്യൂസിൽ നമ്മൾ എന്ത് സംഭവിക്കും? ഈ കൊണ്ടുവരുന്ന ബ്ലഡിലുള്ള ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ടിഷ്യൂസിൽ എന്തായിരിക്കും? എപ്പോഴും കൊണ്ടുവരുന്ന ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മുടെ ടിഷ്യൂസിൽ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്, ദാറ്റ് ഈസ് 40 mmHg, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ദാറ്റ് ഈസ് 45 mmHg. അടുത്ത നമ്മുടെ പൾമനറി ആർട്ടറിയിലും സിസ്റ്റമിക് വെയിനിലും ഉള്ളത് എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കേട്ടോ. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയായിരിക്കും? 40 mmHg ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45 mmHg ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അറ്റ്മോസ്ഫിയർ പോട്ടെ, പഠിക്കണം. 159 mmHg ഓക്സിജനും 0.3 mmHg കാർബൺ ഡൈ ഓക്സൈഡും അതവിടെ വിട്ടേക്ക്. അത് നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ആൽവിയോളിൽ പറയാം, ആൽവിയോളിൽ 104. അതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 95. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബാക്കി ഓർക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ? എവിടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കുറവായാലും, ഇപ്പോൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ കുറവായിരിക്കും, ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, ആൽവിയോളയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കുറവുള്ള സ്ഥലത്ത് എവിടെല്ലായിടത്തും അവരുടെ വാല്യൂ 40 mmHg അല്ലേ? ഇപ്പോൾ ഓക്സിജൻ കുറയുന്ന നേരത്തെ ഓക്സിജൻ്റെ വാല്യൂ 40 ആണ്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്ന ആൽവിയോളയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ 40 ആണ്. സിസ്റ്റമിക് ആർട്ടറിയിലും നമ്മുടെ പൾമിനറി വെയിനിലും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, അതും 40 ആണ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി എവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയോ അവിടെ അത് 45 വരെ മാത്രമേ വരുള്ളൂ. ലൈക്ക് ടിഷ്യൂസിലും പൾമിനറി വെയിൻ ആർട്ടറീസിലും സിസ്റ്റമിക് വെയിൻസിലും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്. പക്ഷെ അത് കുറവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ പോലും 45 mmHg വരെ വരുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇപ്പം നോക്കിയേ, ഈ പറയുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലോട്ട് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ബ്ലഡ്. അപ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ഇവിടെ കൂടുതലാണ്. നമ്മുടെ ആൽവിയോളിൽ കാർബൺ ഡൈ ഓക്സൈഡ് 40, ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് 45. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് വിൽ മൂവ് ഫ്രം ഇറ്റ്സ് റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. മറിച്ച് ഓക്സിജൻ 40 ഉള്ളൂ ബ്ലഡിൽ, ആൽവിയോളിൽ 104 ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലോട്ട് കയറുകയും ചെയ്യും. തിരിച്ച് നമ്മുടെ ബ്ലഡ് വെസൽസ് നോക്കുകയാണെങ്കിൽ, ടിഷ്യൂസും ബ്ലഡ് വെസൽസും നോക്കുകയാണെങ്കിൽ, നമ്മുടെ ടിഷ്യൂസിൽ ഓക്സിജൻ 40, ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ 95 ഉണ്ടല്ലേ? അപ്പോൾ 95 ആയിട്ടുള്ള ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് ടിഷ്യൂസിലോട്ട് വരും. കാർബൺ ഡൈ ഓക്സൈഡ് 45 ആണ് എവിടെ? ടിഷ്യൂസിൽ. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ അത് 40 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഡിഫ്യൂസ് ഔട്ട് ചെയ്യും. എങ്ങോട്ട്? ബ്ലഡിലോട്ട്. ഇതാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഈ പറയുന്ന എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ആൽവിയോളി ആൻഡ് ബ്ലഡും ബ്ലഡ് ആൻഡ് ടിഷ്യൂസും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ബോഡിയിൽ ഓക്സിജനെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 2 വഴിയിലൂടെയാണ്. ഒന്ന് RBCയിലൂടെ, ത്രൂ RBC. 2 ആസ് ഡിസോൾവ്ഡ് ഫോം ഇൻ പ്ലാസ്മ. ഇത് രണ്ടും ബ്ലഡ് ആണ്. അപ്പോൾ നമ്മുടെ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് എപ്പോഴും എന്താണ്? ബ്ലഡ് ആണ്. സോ ബ്ലഡ് ഇസ് ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, എവറിത്തിങ് ഇസ് ടേക്കൺ ത്രൂ ബ്ലഡ്. ബ്ലഡിൽ അത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? സോ ഓക്സിജൻ ഇസ് ട്രാൻസ്പോർട്ടഡ് through RBC and the other one is as dissolved form in plasma. So 7%
ഒരു 3% ഓഫ് ഓക്സിജൻ ഇസ് ട്രാൻസ്പോർട്ടഡ് ആസ് ഡിസോൾവ് ഫോം ഇൻ പ്ലാസ്മ ആൻഡ് 97% ഇസ് ട്രാൻസ്പോർട്ടഡ് ആസ് ത്രൂ RBC. ഇനി RBCയിൽ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാരണം പ്ലാസ്മയിൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓക്സിജൻ ചെറിയൊരു ടൈപ്പ് ഓഫ് സോലിബിലിറ്റി ഉണ്ടല്ലേ. അപ്പോൾ ആ സോലിബിലിറ്റിയിൽ ഇത് നമ്മുടെ പ്ലാസ്മയിലെ വാട്ടർ മോളിക്യൂൾസുമായിട്ട് സോല്യൂബിൾ ആയിട്ടാണ് പോകുന്നത്. മേജർ പോർഷൻ ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത് RBCയിലൂടെയാണ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ RBCയിലൂടെ എങ്ങനെ നടക്കുന്നു? നമ്മുടെ RBCക്കകത്ത് ഒരു റെഡ് കളർ പിഗ്മെന്റ് ഉണ്ട് കോൾഡ് ആസ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബോഡിയിലുള്ള റെസ്പിറേറ്ററി പിഗ്മെന്റ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബോഡിയിലുള്ള റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിനെ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദിസ് ഹീമോഗ്ലോബിൻ ഹെൽപ്സ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് ഹീമും ഒന്ന് ഗ്ലോബിനും. ഹീമോഗ്ലോബിൻ, ഈ ഹീം പാർട്ടിൽ എന്താ ഉള്ളത്? 4 ഹീം ഉണ്ട്. അടുത്ത ഗ്ലോബിൻ പാർട്ടിൽ എന്താണ്? 4 ഗ്ലോബിൻ ഉണ്ട്. ദാറ്റ് ഈസ് പ്രോട്ടീൻ ചെയിൻസ് ആണ് കേട്ടോ. ഇത് പ്രോട്ടീൻ ചെയിൻ ആണ് ഉള്ളത്. ഈ പ്രോട്ടീൻ ചെയിൻസിൽ 2 ചെയിനുകളുണ്ട്. ഒന്ന് 2 ആൽഫ ചെയിനും അതുപോലെ തന്നെ 2 ബീറ്റ ചെയിനും ഉണ്ട്. നമ്മുടെ 4 ഹീമിൽ എന്താ ഉള്ളത്? 4 അയൺ മോളിക്യൂൾസ് ആണ് കേട്ടോ ഉള്ളത്. Fe2+ ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ അകത്ത് ഉള്ളത്. നമ്മുടെ ഈ ഹീമിലുള്ള 4 ഓക്സിജൻസ് ഈ ഓരോ ആൽഫ ചെയിനിലും ഓരോ ബീറ്റ ചെയിനിലുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ ഇരിക്കുന്നത്? ഇത് നമ്മുടെ അയൺ ആണ് കേട്ടോ. അയൺ എപ്പോഴും നമ്മൾ റെഡ് കളറിലല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അയൺ ആണ് കേട്ടോ. പിന്നെ ഈ അയണിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ഗ്ലോബുലിൻ, അത് നമുക്കിത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഒരു β1, ഇത് β2, ഇത് α1, ഇത് α2. ഈ ഓരോ അയോൺ മോളിക്യൂൾസിലോട്ടും നമ്മുടെ ഓരോ ഓക്സിജൻ മോളിക്യൂൾ ഇങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂൾ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു പ്രൊഡ്യൂസ് ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡിന് നമ്മുടെ ബോഡി ടിഷ്യൂസിന് എത്ര ഓക്സിജൻ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് 100 ml ഓഫ് ബ്ലഡ് എടുക്കാം. ഈ 100 ml ഓഫ് ബ്ലഡിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടാവും? 15 ഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതുപോലെ തന്നെ 1 ഗ്രാം ഹീമോഗ്ലോബിനിൽ നമുക്ക് 1.34 ml ഓക്സിജനാണ് ക്യാരി ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ എത്ര ml ഓഫ് ബ്ലഡ് ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും? ദാറ്റ് ഇസ് 15 × 1.34 ഉണ്ടാവും. 15 grams × 1.34 ml ഉണ്ടാവും. ദാറ്റ് ഇസ് എത്രയാടാ? ദാറ്റ് ഇസ് 20 mm ഓഫ് ഓക്സിജൻ ആയിരിക്കും എവറി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഉണ്ടാകുക. ഇനി ഈ 100 ml അല്ലെങ്കിൽ 20 ml നമ്മുടെ ബോഡിക്ക് കൊടുക്കുമോ? നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. ഇത് ബ്ലഡ് വെസൽസ് ആണ്, ഇത് ടിഷ്യൂസ് ആണ്. നമുക്ക് 2 കണ്ടീഷൻ പറയാനുണ്ട് കേട്ടോ. ഇത് ബ്ലഡ് വെസൽസും ഇത് ടിഷ്യൂസും. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ 100 ml ഓഫ് ബ്ലഡിൽ കൂടെ വരുന്ന 20 ml ഓക്സിജൻ, ഇത് നമ്മുടെ 100 ml ബ്ലഡിൽ കൂടെ വരുന്ന 20 ml ഓക്സിജൻ. ഇത് നമ്മൾ റെസ്റ്റിലിരിക്കുമ്പോൾ, ഇത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ഞാൻ റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷൻ, ഇത് ഞാൻ എക്സസൈസ് ചെയ്യുന്ന കണ്ടീഷൻ. ഞാൻ റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷനിൽ ഈ 20 ml നിന്ന് വെറും 5 ml മാത്രമേ നമ്മുടെ ബോഡിയിൽ എടുക്കുകയുള്ളൂ. ബാക്കി 15 ml നമ്മുടെ ബോഡിയിൽ തിരിച്ച് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി മറിച്ച് ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലോ എൻ്റെ ബോഡിക്ക് ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണ്. ആ സമയത്ത് 15 ml ഓഫ് ഓക്സിജൻ എൻ്റെ ടിഷ്യൂസിന് കൊടുക്കുകയും ബാക്കി 5 ml ഓഫ് ഓക്സിജൻ കൊണ്ടുപോവുകയും ചെയ്യും. സോ ഇതാണ് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്ന വിധം. അപ്പോൾ നമുക്കിനി നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും അതുപോലെ തന്നെ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിനും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സോ ദിസ് ഇസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് ദിസ് ഇസ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇതൊരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? നമുക്കൊരു സിഗ്മോയിഡ് കർവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു എസ് ഷേപ്ഡ് കർവാണ് കിട്ടുന്നത്.
അല്ലെങ്കിൽ ഒരു സിഗ്മോയിഡ് കർവാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരു മേജർ ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല, വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടെ നമുക്കിതിൽ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ തന്നെയാണ്. രണ്ടാമത്തെ ഏതാണ്? H+ അയോൺ കോൺസെൻട്രേഷൻ. മൂന്നാമത്തേത് ഏതാ? ടെമ്പറേച്ചർ. നാലാമത്തേത് ഏതാ? pH. പിന്നെ ഒരാളും കൂടെ ഉണ്ടടാ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യും. നമുക്കിനി ഈ ഓക്സിജൻ ഡിസൊല്യൂഷൻ കർവിൻ്റെ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഒന്ന് നോക്കാം. നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ H+ അയോൺ കോൺസെൻട്രേഷനും pHഉം കുറയുമ്പോൾ ടെമ്പറേച്ചറൊക്കെ കുറയുന്നൊരു കണ്ടീഷൻ. ഈ കണ്ടീഷൻസ് ഒക്കെ എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഈ എല്ലാ കണ്ടീഷൻസും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ആൽവിയോളയ്ക്കകത്താണ് കേട്ടോ. ആൽവിയോളയ്ക്കകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, H+ അയോൺ കോൺസെൻട്രേഷൻ കുറവാണ്, pH കൂടുതലാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറവാണ്. ഇത്രയും ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഷിഫ്റ്റ് കർവ് എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഇതാണ് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുമ്പോൾ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ, H+ അയോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ, H+ അയോൺ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, ഈ എല്ലാ കണ്ടീഷനിലും എന്ത് സംഭവിക്കും? നമ്മുടെ കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ സിറ്റുവേഷൻസ് ഒക്കെ എവിടെയാണുള്ളത്? ടിഷ്യൂസിലാണ് കേട്ടോ ഉള്ളത്. ഈ കണ്ടീഷൻസ് ഒക്കെ ടിഷ്യൂസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പം നമ്മുടെ റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റ് ഷിഫ്റ്റും പറയുമ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ, പാർഷ്യൽ പ്രഷറിൻ്റെ ഓക്സിജൻ കൂടുതലാണ്, pH കുറവാണ്, H+ അയോൺ കോൺസെൻട്രേഷൻ കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. ഈ ഒരു കണ്ടീഷനിൽ ഓക്സിജൻ അസോസിയേഷനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ അസോസിയേഷനാണ് നടക്കുന്നത്. പിന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ നടക്കുന്നത് എപ്പോഴാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി നിൽക്കുമ്പം, H+ അയോൺ കൂടി നിൽക്കുമ്പം, ടെമ്പറേച്ചർ കൂടി നിൽക്കുമ്പം, നമ്മുടെ pHഉം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുമ്പോഴും എന്ത് സംഭവിക്കും? ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം നമ്മുടെ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് 3 തരത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ദി മേജർ പോർഷൻ ഇസ് ട്രാൻസ്പോർട്ടഡ് ആസ് ബൈകാർബണേറ്റ്സ്. രണ്ടാമത്തത് ത്രൂ RBC തന്നെയാണ് കേട്ടോ. മൂന്നാമത്തത് ആസ് ഡിസോൾവ്ഡ് ഫോം ഇൻ പ്ലാസ്മ. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാലോ, ഒരു 70% ബൈകാർബണേറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. ഒരു 20 to 25% പോകുന്നത് എങ്ങനെയാണ്? RBCയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ്. ബാക്കിയുള്ളൊരു 7% ആണ് ഡിസോൾവ്ഡ് ഫോം ഇൻ പ്ലാസ്മ ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരൊറ്റ ഡയഗ്രത്തിൽ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചാലോ. ഒരൊറ്റ ഡയഗ്രാം മനസ്സിലുണ്ടെങ്കിൽ ബൈകാർബണേറ്റ് ആയിട്ട് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, പിന്നെ ഡിസോൾവ്ഡ് ഫോം ഇൻ പ്ലാസ്മ ഒബ്വിയസ്ലി കാർബൺ ഡൈ ഓക്സൈഡ് ഹൈലി സോല്യൂബിൾ ആണ്, അതുകൊണ്ട് ഡിസോൾവ് ചെയ്ത് പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ഒരൊറ്റ ഡയഗ്രത്തിൽ അങ്ങ് പഠിക്കാം. അപ്പോൾ നോക്കിയേ, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വഴിക്കെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 3 രീതിക്കാണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്നത്. ഒന്ന് ആസ് ബൈകാർബണേറ്റ്സ്, ദാറ്റ് ഈസ് 70%. ദെൻ ആസ് ത്രൂ RBC, ദാറ്റ് ഈസ് 20 to 25%. ദെൻ മൂന്നാമത്തെ ഏതാണ്? നമ്മുടെ പ്ലാസ്മയിൽ കൂടെ, ദാറ്റ് ഈസ് 7%. നമുക്കിനി ഒരു ചെറിയ ബ്ലഡ് വെസൽ വരയ്ക്കാം. നമുക്കൊരു ചെറിയ ബ്ലഡ് വെസൽ അങ്ങോട്ട് വരയ്ക്കാം. ചെറുതാണേ, തീരെ ചെറുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയ ബ്ലഡ് വെസൽ. ഇനി ഈ ബ്ലഡ് വെസലിൻ്റെ അകത്ത് നമുക്കൊരു അതിലും ചെറിയൊരു RBC വരയ്ക്കാം. ഓക്കെ, RBCs ആർ ഡിസ്കോയിഡ് ഇൻ ഷേപ്പ്. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? RBCസിൻ്റെ ഷേപ്പ് എന്താണ്? ദേ ആർ ഡിസ്കോയിഡ് ഇൻ ഷേപ്പ്. അപ്പോൾ ഞാൻ ഡിസ്കോയിഡ് ആയിട്ടുള്ളൊരു RBCനെ വരച്ചു. ഇനി നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ നോക്കാം. ടിഷ്യൂസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലോട്ട് കയറി. ബ്ലഡിലോട്ട് വന്നതിന് ശേഷം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ RBCയിലുള്ള വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് അങ്ങ് റിയാക്ട് ചെയ്തു. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരെന്താണ്? കാർബോണിക് അൺഹൈഡ്രേസ്. CA എന്താണ്? കാർബോണിക് അൺഹൈഡ്രേസ്.
ഈ കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം RBCയിൽ മാത്രം പ്രസന്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് ആകാൻ വേണ്ടി RBCക്കകത്തോട്ട് വരുന്നത്. അപ്പം നോക്കിയേ, ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാർബോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് H2CO3 പ്രൊഡ്യൂസ് ചെയ്യും. കാർബോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബൈകാർബണേറ്റ് ഇത് ആസിഡാണ്. ഈ ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാകും? H+ഉം HCO3- ആയ നമ്മുടെ അയോൺസും ബൈകാർബണേറ്റ് അയോണുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ, ഈ സ്റ്റെപ്പും കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ്? കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം ആണ്. ഈ പ്രോസസ്സും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. നമ്മുടെ ബൈകാർബണേറ്റ് അയോണും ഫോം ആയി അല്ലേ? ഈ ബൈകാർബണേറ്റ് അയോൺസ് ഇനി അവർക്ക് RBC നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്തോ ചെയ്യും? നമ്മുടെ RBCയിൽ നിന്ന് നേരെ ചാടി നമ്മുടെ പ്ലാസ്മയിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു നെഗറ്റീവ് ചാർജ് നമുക്ക് RBCക്കകത്ത് നിന്ന് മിസ്സായിപ്പോയി. ഈ RBCക്കകത്ത് നിന്ന് മിസ്സായിപ്പോയി നെഗറ്റീവ് ചാർജ് നമുക്ക് മാനേജ് ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മുടെ പ്ലാസ്മയിലുള്ള സോഡിയവും ക്ലോറൈഡും അങ്ങ് സ്പ്ലിറ്റായി Na+ഉം Cl- മാറി. അപ്പം ഈ നെഗറ്റീവ് അയോണിൻ്റെ ആവശ്യത്തിന് Cl- നമ്മുടെ RBCക്കകത്തോട്ട് കയറി. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ദി ക്ലോറൈഡ് ഷിഫ്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലോറൈഡ് ഷിഫ്റ്റ്. അപ്പോൾ അവിടെ അയോൺസ് ഒക്കെ ബാലൻസ് ആയേ. ഇനി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ പ്ലാസ്മയിലോട്ട് വന്നിട്ട് ഉള്ള HCO3- നേരെ നമ്മുടെ ഈ സോഡിയമായിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഈ സോഡിയവും ബൈകാർബണേറ്റും രണ്ട് ഡിഫറെൻറ്റ് അയോൺസ് ആണ് അല്ലേ? ഒന്ന് കാറ്റോണും ആനയോണും ആണ്. ഇത് രണ്ടും കൂടെ അട്രാക്ട് ചെയ്ത് അങ്ങ് ബൈൻഡ് ചെയ്യും. എന്നിട്ട് NaHCO3 എന്ന ബൈകാർബണേറ്റ് ഫോമിലാകും. ഓക്കെ, ഈ ബൈകാർബണേറ്റ് ഫോമിലാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. വൺസ് ഈ ബൈകാർബണേറ്റ് ആൽവിയോളയിൽ എത്തിയെന്ന് വിചാരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് റിമൂവ് ചെയ്യണ്ടേ? അതിന് ഈ ബൈകാർബണേറ്റിനെ പൊട്ടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റണ്ടേ? ദാറ്റ് ഇസ് ഡിസോസിയേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിനെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇതെല്ലാം റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പോൾ അത് NaHCO3 പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് Na+ഉം HCO3- ആകും. HCO3- നേരെ RBCയിലോട്ട് തിരിച്ച് കയറും. അന്നേരം നമ്മുടെ ക്ലോറിൻ പയ്യെ തിരിച്ചിറങ്ങി പോരും. ഇനി എൻ്റെ ആവശ്യമോടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ H+ അയോൺസും അതുപോലെ തന്നെ നമ്മുടെ HCO3- കൂടെ കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആവുകയും ആ കാർബോണിക് ആസിഡ് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂൾസും ആയിട്ട് മാറും. ഈ റിയാക്ഷൻസും RBCക്കകത്തുള്ള റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം ആണ്. സോ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന H+ ഉണ്ടല്ലോടാ, ഈ ഇരിക്കുന്ന H+ന് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഇവർക്കൊരു ചെറിയ പണി കൊടുക്കാം. നമ്മുടെ ഈ 20-25% ഓഫ് RBC നമ്മുടെ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് പോവാണ് അല്ലേ? അപ്പം നോക്കിയേ, ഈ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ H+ മോളിക്യൂളിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് ആ കൂട്ടത്തിൽ വേറൊരു അമൈൻ ഗ്രൂപ്പും കൂടെ വരും കേട്ടോ. ഒരു അമൈൻ ഗ്രൂപ്പും കൂടെ നമ്മുടെ RBCക്കകത്തുള്ള അമൈൻ ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താ ഉണ്ടാക്കുന്നത്? അവരുണ്ടാക്കുന്നതാണ് കാർബ് അമീനോ ഹീമോഗ്ലോബിൻ. ഇവർ കാർബ് അമീനോ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. ആൻഡ് ഇതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ കോംപ്ലക്സിനെ വിളിക്കുന്ന പേര്. ദാറ്റ് ഈസ് കാർബ് അമീനോ ഹീമോഗ്ലോബിൻ. അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്താണ്? കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നതിനാണ്. ഇനി ബാക്കിയുള്ള 7% പ്ലാസ്മയെ കൂടെ ഡിസോൾവ് ആയിട്ട് അങ്ങ് പോകും. ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻസ് നോക്കാനുണ്ട്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അസോസിയേഷൻ, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേഷൻ. ഇതെല്ലാം കൂടെ ഓക്സിജൻ അസോസിയേഷനും ഓക്സിജൻ ഡിസോസിയേഷനും കാർബൺ ഡൈ ഓക്സൈഡ് അസോസിയേഷനും കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേഷനും ഇതെല്ലാം കൂടെ ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ ഒറ്റ കണ്ടന്റിൽ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കൺഫ്യൂഷൻ ആകത്തും ഇല്ല. നമുക്ക് ആദ്യം നമ്മുടെ ആൽവിയോളയിലെ കണ്ടീഷൻസ് എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ടിഷ്യൂസിലെ കണ്ടീഷൻസും എടുക്കാം. ഓക്കെ, നമ്മുടെ ആൽവിയോളയിലെ കണ്ടീഷൻസ് എടുക്കുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, പിന്നെ H+ അയോൺ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ആൽവിയോളയിലെ കണ്ടീഷൻസ്. ഇനി നമ്മുടെ ടിഷ്യൂസിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, H+ അയോൺ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. ഇനി ഇവരിൽ ഓക്സിജൻ അസോസിയേഷനും ഡിസോസിയേഷനും കാർബൺ ഡൈ ഓക്സൈഡ് അസോസിയേഷനും ഡിസോസിയേഷനും നോക്കാം.
ഇവിടെ നമ്മൾ ആൽവിയോളയിലെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ആൽവിയോളയിലെ കണ്ടീഷൻസ് ഓക്സിജൻ അസോസിയേഷനെ ഫേവർ ചെയ്യും അല്ലേ. ഇവിടെ ഓക്സിജൻ അസോസിയേഷനെ ഫേവർ ചെയ്യും. അതേപോലെ തന്നെ ആൽവിയോളയിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേഷനെയാണ് ഫേവർ ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേഷന് ഫേവർ ചെയ്യുന്നതും ആൽവിയോളർ കണ്ടീഷൻസ് ആണ്. നമ്മുടെ ടിഷ്യൂസിൽ ഓക്സിജൻ്റെ ഡിസോസിയേഷനാണ് ഫേവർ ചെയ്യുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അസോസിയേഷനാണ് ഫേവർ ചെയ്യുന്നത്. ഇപ്പം അസോസിയേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, ഡിസോസിയേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ കണ്ടീഷൻസ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 100 ml ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലോട്ട് റിമൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ 100 ml ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര ml? 4 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എങ്ങോട്ട് കൊടുക്കുന്നത്? ആൽവിയോളയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിലും ഓർത്തിരിക്കേണ്ടതാണ്. സോ ഇത് നമ്മുടെ ബ്രെയിൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നോക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് പാർട്സും ഇപ്പോൾ നോക്കാൻ പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നോക്കാനുള്ള നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഗുലേഷനിൽ പഠിക്കാനുള്ള പാർട്സ് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മെഡുല്ല നോക്കാം. സോ ദിസ് ഇസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അതിന് തൊട്ട് മുകളിൽ നമ്മുടെ പോൺസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെഡുല്ല റീജിയനിൽ നമുക്ക് മേജർ സെൻറ്റർ ഫോർ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ പോൺസ് റീജിയനിൽ നമുക്കൊരു സെൻറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് ന്യൂമോടാക്സിക് സെൻറ്റർ. ന്യൂമോടാക്സിക് സെൻറ്റർ. ഇവർക്കൊക്കെ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവരുടെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. അതുകൂടാതെ നമുക്കൊരു കീമോ സെൻസിറ്റീവ് സെൻറ്ററും കൂടെ ഉണ്ട് കേട്ടോ. കെമിക്കൽ സെൻസ് ചെയ്യുന്ന ഒരു കീമോ സെൻസിറ്റീവ് സെൻറ്ററും കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ റെസ്പിറേറ്ററി റിതം സെൻറ്റർ. നമ്മുടെ റെസ്പിറേറ്ററി റിതം സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻസ് ആൻഡ് മോഡറേറ്റ്സ്. നമ്മൾ മോഡറേറ്റ് ചെയ്യുകയും ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. എന്തിനെ? റെസ്പിറേറ്ററി റിതമിനെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുകയും മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? റെസ്പിറേറ്ററി റിതം സെൻറ്റർ ആണ്. നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്റർ. ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ മേജർ ഫംഗ്ഷൻ ടു റെഡ്യൂസ് ദി റേറ്റ് ഓഫ് ഇൻസ്പിറേഷൻ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻസ്പിറേഷൻ ഓൾട്ടർ ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഓൾട്ടർ ആയില്ലേ? ഇനി നമ്മുടെ ഹാർട്ടിൽ 2 റീജിയൻസ് ഉണ്ടടാ. ഒന്ന് നമ്മുടെ അയോട്ടിക് റീജിയനിൽ ഒരു അയോട്ടിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കരോട്ടിഡ് ആർട്ടറീസിലും കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ കരോട്ടിഡ് റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. സോ ഇവിടെ നമുക്ക് എന്താ പറയാനുള്ളത്? ഹാർട്ടിൽ നിന്ന് പമ്പ് ഔട്ട് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് അയോട്ട. അപ്പോൾ ഈ അയോട്ടയിൽ എപ്പോഴും എന്താണുള്ളത്? അയോട്ടയിൽ എപ്പോഴും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. അതുപോലെ കരോട്ടിഡ് ആർട്ടറീസിലും എന്താണുള്ളത്? നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. അപ്പം നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ H+ അയോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കരോട്ടിഡ് ആർട്ടറിയും അയോട്ടിക് റിസപ്റ്റേഴ്സും നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ H+ അയോൺ കൂടുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യും. അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് നേരെ അവർ എന്ത് ചെയ്യും? അവർ സിഗ്നൽ കൊടുക്കും. ആർക്കാ സിഗ്നൽ കൊടുക്കുന്നത്? നമ്മുടെ കീമോ സെൻസിറ്റീവ് സെൻറ്ററിന് സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇവർക്ക് കിട്ടുന്ന സിഗ്നൽ എല്ലാം കൂടെ എടുത്ത് നമ്മുടെ കീമോ സെൻസിറ്റീവ് സെൻറ്ററിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ കീമോ സെൻസിറ്റീവ് സെൻറ്റർ എന്ത് ചെയ്യും? ഇവരതെടുത്ത് നമ്മുടെ റെസ്പിറേറ്ററി റിതം സെൻറ്ററിന് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ H+ അയോൺ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യണം. എങ്കിലല്ലേ നമ്മൾ കൂടുതൽ ബ്രീത്ത് ഔട്ട് ചെയ്യുള്ളൂ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് അല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യുള്ളൂ. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വെളിയിലോട്ട് പോകത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് റെസ്പിറേഷൻ. ഇനി എന്ത് കൂടിയാലും നമുക്കിത് കുറയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതിന് വേണ്ടിയാണ് നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്റർ ഉള്ളത്. ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ H+ അയോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്റർ എന്ത് ചെയ്യും? നമ്മുടെ റേറ്റ് ഓഫ് ഇൻസ്പിറേഷൻ കുറയ്ക്കുകയും ബ്രീത്തിങ് റേറ്റ് നോർമൽ ആക്കുകയും ചെയ്യും. സോ ദിസ് ഇസ് ദി റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ എത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഞാൻ ഓക്സിജനെ കുറിച്ച് പറഞ്ഞോടാ? ഓക്സിജനെ കുറിച്ച് ഞാൻ എവിടെയും പറഞ്ഞില്ല അല്ലേ? സോ സിഗ്നിഫിക്കൻസ് ഓഫ് ഓക്സിജൻ ഇൻ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ഇസ് നോട്ട് നോൺ. ഓക്കെ, ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇതുവരെ ആരും ഈ ഓക്സിജന് റെസ്പിറേഷൻ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഇല്ലാഞ്ഞിട്ടാട്ടോ കണ്ടുപിടിക്കാത്തേ.
നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ്. അതിൽ 3 ഡിസീസസാണ് പഠിക്കാനുള്ളത്: ആസ്മ, എംഫൈസീമ ആൻഡ് ഒക്കുപേഷണൽ ലങ് ഡിസീസസ് അല്ലെങ്കിൽ ഒക്കുപേഷണൽ ലങ് ഡിസോർഡേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആസ്മ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് വിച്ച് കോസസ് വീസിങ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മക്കളെ? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈസ് ആൻഡ് ബ്രോങ്ക്യൂൾസ്. അപ്പം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഇൻഫ്ലമേഷൻ കാരണമാണ് നമുക്ക് ആസ്മ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റൊക്കെ ചെറുതായി കഴിയുമ്പോഴത്തേക്കും എമൗണ്ട് ഓഫ് ഓക്സിജൻ ലങ്സിലോട്ട് എത്തുന്നത് കുറയും. അപ്പോൾ നമ്മൾ മാക്സിമം വലിച്ചെടുക്കാൻ നോക്കും അല്ലേ? അതാണ് വീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് വീസിങ് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈസ് ആൻഡ് ബ്രോങ്ക്യൂൾസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്മ. അപ്പം എംഫൈസീമ എന്താ? എംഫൈസീമ ഒരു സിഗരറ്റ് സ്മോക്കേഴ്സിലൊക്കെ കാണപ്പെടുന്നതാണ് കേട്ടോ. ഈ സിഗരറ്റ് ഒക്കെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അവരുടെ ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റി അങ്ങ് പോയി കിട്ടും. കാരണം ഈ പറയുന്ന ആഷസും ഡസ്റ്റും അതുപോലെ തന്നെയുള്ള ഈ കെമിക്കൽസും ഒക്കെ കൂടെ വന്നിട്ട് നമ്മുടെ ആൽവിയോളയുടെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആൽവിയോളയുടെ റെസ്പിറേറ്ററി സർഫസ് അങ്ങ് കുറയ്ക്കും. സോ ദിസ് ഇസ് എ ക്രോണിക് ഡിസോർഡർ. അപ്പോൾ ഇതൊരു എംഫൈസീമ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ആൽവിയോളാർ സാക്ക് ആണ് എഫക്റ്റഡ് ആകുന്നത്. അതുപോലെ ഡിക്രീസസ് ദി റെസ്പിറേറ്ററി സർഫസ്. ഇതാണ് നമുക്ക് എംഫൈസീമയിൽ പഠിക്കാനുള്ളത്. അടുത്തത് ഒക്കുപേഷണൽ ലങ് ഡിസോർഡർ. ഈ ഒക്കുപേഷണൽ ലങ് ഡിസോർഡർ എന്താണ് മക്കളെ? നമ്മുടേതായ കാരണം കൊണ്ടല്ലാതെ നമ്മുടെ ജോലി സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ഡസ്റ്റ് എക്സ്പോഷറും കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഡിസീസസ് ആണ് ഒക്കുപേഷണൽ ലങ് ഡിസോർഡർ. അതിൽ എക്സാമ്പിൾസ് നമുക്ക് പറയുന്ന സിലിക്കോസിസ് പറയാം, ആസ്ബറ്റോസിസ് പറയാം, അതുപോലെ തന്നെ ഫൈബ്രോസിസ് പറയാം. ഈ സിലിക്കോസിസും ഫൈബ്രോസിസും ഒക്കെ നമ്മൾ ഈ കൂടുതൽ പൊടി ഈ മില്ലുകളിൽ പൊടിക്കുന്ന വിലാരിപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പൊടിക്കുന്ന മില്ലുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ സ്റ്റോൺ ഗ്രൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് വരാവുന്ന അസുഖമാണ് കേട്ടോ. ഈ ഫൈബ്രോസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ പ്രോളിഫറേഷനെയാണ് പറയുന്നത്. പിന്നെ ആസ്ബറ്റോസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ മുറിക്കുന്നിടത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ആസ്ബറ്റോസിസും ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒക്കുപേഷണൽ ലങ് ഡിസോർഡേഴ്സിൽ വരുന്നത്. ആൻഡ് ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ് കേട്ടോ. ഭയങ്കര ഈസി ചാപ്റ്റർ അല്ലായിരുന്നു മക്കളെ. നമ്മളെ തന്നെ പഠിച്ചു അല്ലേ? നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു, നമ്മുടെ ശ്വാസം എങ്ങനെ എടുക്കുന്നു, ഏതൊക്കെ വഴി പോകുന്നു, അത് എവിടെയൊക്കെ എത്തുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലേ? ആ പോകുന്ന ഗ്യാസ് നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകുന്നു, ആരൊക്കെ കൊണ്ടുപോകുന്നു, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണെന്നും പഠിച്ചു. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും നമ്മൾ പഠിച്ചു. ഇനി ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കുക കേട്ടോ. അത് മറക്കരുത്, മടിക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇനിയിപ്പോൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ആയിട്ട് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സസ് ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോകും കേട്ടോ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ ആയിട്ട് വരാം. ഓക്കെ, ബൈ.